ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഒരു പുതിയ ദിവസത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് സംഖ്യാപുസ്തകം 29 അധ്യായം 5 വാക്യം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനും വേണം. സംഖ്യാപുസ്തകം 29 അധ്യായത്തിന്റെ പ്രത്യേകത ഇസ്രായേൽ ജനം കാകള പെരുന്നാളിനും വിശുദ്ധ സഭായോഗ ആചരണത്തിനും കൂടാതെ കൂടാര പെരുന്നാളിനും മറ്റ് സഭായോഗങ്ങൾക്കുമായി കടന്നു വരുമ്പോൾ അവർ അർപ്പിക്കേണ്ടുന്ന യാഗങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമാണ് വ്യക്തമാക്കുന്നത്. 28 അധ്യായവും 29 അധ്യായവും വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ വഴിപാട് അർപ്പിക്കുന്നതിനും പെരുന്നാളുകൾ ആചരിക്കുന്നതിനും ദൈവാലയത്തിലേക്ക് ദൈവജനം കടന്നു വരുമ്പോൾ എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനു വേണ്ടി, പാപയാഗം കഴിക്കുന്നതിന് വേണ്ടി ഒരു കോലാട്ടുകൊറ്റനും കരുതിക്കൊള്ളണം. 28 29 അധ്യായം സംഖ്യാപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ ഇത് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയുന്നുണ്ട്. പ്രായശ്ചിത്തത്തിന് വേണ്ടി പാപയാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ട് കോലാട്ടും കൊറ്റനെ കരുതണം, അതിനെ അർപ്പിക്കണം. പ്രിയമുള്ളവരെ, പാപയാഗത്തിന് വേണ്ടി കോലാട്ടും കൊറ്റനെ യാഗമായി അർപ്പിക്കുമ്പോൾ ദൈവജനത്തിന് ദൈവത്തിൽ നിന്ന് അനുഭവിക്കുവാൻ കഴിയുന്നത് പാപമോചനവും അതിലൂടെയുള്ള വിശുദ്ധീകരണവുമാണ്. ഇവിടെ ഓരോ പെരുന്നാളിനും ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തോട് ആവർത്തിച്ച് അല്ലെങ്കിൽ മുടക്കം കൂടാതെ എല്ലാ പെരുന്നാളുകളിലും എല്ലാ സഭായോഗങ്ങളിലും പ്രധാന സഭായോഗങ്ങളിലും പാപപരിഹാരത്തിനായുള്ള പ്രായശ്ചിത്തം കഴിപ്പാനായിട്ട്, പാപയാഗത്തിനായിട്ടുള്ള കോലാട്ടും കൊറ്റനെ അർപ്പിക്കുവാനായിട്ട് ദൈവം പറയുന്നതിൻ്റെ ആവശ്യകത മനുഷ്യന്റെ, ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിലെ വിശുദ്ധി എപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചും ആസ്പദമായും ആണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം വിശുദ്ധി വിട്ട് ഒരു കോംപ്രമൈസിനും അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. വിശുദ്ധി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം, വിവിധ പെരുന്നാളുകൾ ആചരിക്കുമ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയുള്ള പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കോലാട്ടൻ കൊറ്റനെ നിർബന്ധം യാഗം അർപ്പിച്ചിരിക്കണം. പുതിയ നിയമ പശ്ചാത്തലത്തിൽ നമ്മുടെ സഭ ജീവിതവുമായി ബന്ധപ്പെട്ടും ഇത് വ്യത്യസ്തമല്ല. കാരണം പ്രധാനമായിട്ടുള്ള എല്ലാ ആരാധനകളിലും വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷകളിലും പാപ ഏറ്റുപറച്ചിലും അനുതാപവും ദൈവസന്നിധിയിലുള്ള ആത്മതപനവും അങ്ങനെ അതിലൂടെ ദൈവം നൽകുന്ന പാപമോചനം, ശുദ്ധീകരണം ആരാധനക്രമത്തിലും ആരാധനയിലും ഭംഗിയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ബാധകമാണ്. ഒന്നാമതായി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ദിനംതോറും കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഒന്നൊന്നായി ദൈവസന്നിധിയിൽ എടുത്തു വച്ച് അതിനെ മാപ്പപേക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ പഴയ നിയമ പശ്ചാത്തലത്തിൽ കോലാട്ട് കൊറ്റനെ അർപ്പിക്കണമെന്നാണ് പറയുന്നത്, പാപയാഗത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നാം ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് മശിഹ, യേശു കർത്താവ്. ഒരേ ഒരു യാഗമായി, പരമയാഗമായി, പൂർണ്ണതയുള്ള യാഗമായി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത് മറ്റൊരു കുഞ്ഞാടിനെ അർപ്പിക്കുന്നതിന് പകരം അർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന ക്രിസ്തുവേശുവിന്റെ ആ പരമയാഗത്തെ, ബലിയെ ഏറ്റെടുക്കുക. നമ്മുടെ കുറവുകളും നമ്മുടെ കുറ്റങ്ങളും നമ്മിലെ പാപങ്ങളും ദിവസവും നാം കണ്ടെത്തിയിട്ട് അതിനെ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ക്രിസ്തുവിന്റെ ഈ രക്തത്താൽ, പരമയാഗത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ക്രിസ്തുവേശുവിനെ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ പാപപരിഹാരത്തിനായി ഏറ്റെടുക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്തുവേശുവിലൂടെയുള്ള വിശുദ്ധീകരണം, ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന മശിഹായിലൂടെയുള്ള വിശുദ്ധീകരണം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അല്ലാതെ പാപം കഴുകിക്കളയാൻ മറ്റു മാർഗങ്ങളില്ലേ എന്നൊരു പക്ഷെ ചോദിച്ചിരിക്കാം.
എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, രക്തം ചൊരിയിക്കാതെ പാപമോചനം ഇല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിലൂടെ നമ്മുടെ സകല പാപങ്ങളും കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മറ്റെങ്ങും നാം ഊടാടി സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും ക്രിസ്തുയേശുവിൽ നമ്മുടെ ജീവിതത്തിലെ കളങ്കങ്ങളെ അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇങ്ങനെ ദിനംതോറും വിശുദ്ധിയിൽ ജീവിതം നയിക്കുമ്പോൾ ക്രിസ്തുവോളം വളരുവാൻ, തലയാകുന്ന ക്രിസ്തുവോളം എത്തിച്ചേരുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ദിവസങ്ങളിലും ഒരു വിശുദ്ധീകരണത്തിനുള്ള വിളി ദൈവം നമുക്ക് വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും കഴിയുന്നതും ഒരു തെറ്റിലേക്കാണ് പോകുന്നത്, പാപത്തിലേക്കാണ് പോകുന്നത് എന്ന ബോധ്യം ഉണ്ടാകുന്ന ആ സെക്കൻഡിൽ തന്നെ മാപ്പ് പറഞ്ഞാലും ക്ഷമ ചോദിച്ചാൽ ആത്മതപനവും അനുതാപവും ഉണ്ടായാൽ അതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നാം നമ്മുടെ പാപത്തെ മറച്ചു വയ്ക്കുമ്പോഴാണ്, നാം മറച്ചു പിടിച്ച പാപം ദൈവത്തോട് അറിയിക്കാതിരിക്കുമ്പോഴാണ് പിശാചിന് അല്ലെങ്കിൽ ശത്രുവിന് നമുക്കെതിരെ വാദിക്കുവാനും നമ്മെ കുറ്റം പറയുവാനും അവസരം ഒരുക്കപ്പെടുന്നത്. മനോഹരമായൊരു കഥയുണ്ട്, ചുരുക്കി പറയാം. ഒരു യജമാനന്റെ വീട്ടിലെ മൂത്ത മകൻ കല്ലൊക്കെ എറിഞ്ഞ് കളിക്കുന്ന സമയത്ത് ഒരു കോഴിയെ എറിഞ്ഞ് കൊല്ലുന്നുണ്ട്. വീട്ടിൽ ആരുമില്ല, വേലക്കാരത്തി മാത്രമേ ഉള്ളൂ. ഇവൻ ആരും കാണാതെ ഈ കോഴിയെ കുഴിച്ചിട്ടു. പക്ഷെ വേലക്കാരി കണ്ടു. വീട്ടിൽ ആരുമില്ല, വേലക്കാരി കണ്ടു. ഈ മകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ കോഴിയെ എറിഞ്ഞ് കൊന്നല്ലേ, ഞാൻ കണ്ടു. അപ്പോൾ ഈ മകൻ പേടിച്ചിട്ട് പറഞ്ഞു, ആരടുത്തും പറയരുതേ, ഈ കാര്യം ആരടുത്തും പറയരുതേ. അപ്പോൾ വേലക്കാരി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പറയാതിരിക്കാം, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. അനുസരിക്കാനായിട്ട് അവൻ നിർബന്ധിതനാവുകയാണ്. അവൾ അവനെ കൊണ്ട് മുറ്റമടിപ്പിക്കുന്നുണ്ട്, പാത്രം കഴിയിക്കുന്നുണ്ട്. അവൻ പറ്റില്ല എന്ന് പറയുമ്പോഴെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുന്നത് കോഴിയെ കൊന്ന കാര്യം പറഞ്ഞിട്ടാണ്. ഒടുവില് സംഭവിക്കുന്നത്, ഇവന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഈ മകൻ പിന്നത്തേതിൽ വേലക്കാരത്തെ നിർബന്ധിക്കുമ്പോൾ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇവൾ ഭീഷണിപ്പെടുത്തും, വേലക്കാരത്തെ ഭീഷണിപ്പെടുത്തും. ഞാൻ പറഞ്ഞിരിക്കും, നിനക്കെന്ന് നല്ല രീതിയിൽ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തും. ഗത്യന്തരമില്ലാതെ ഇവൻ ഈ ജോലികൾ ചെയ്യാനായിട്ട് വഴങ്ങി കൊടുക്കേണ്ടി വരും. ഒടുവിൽ ഇവൻ വളരെയധികം വിഷമിച്ചിട്ട് ധർമ്മസങ്കടത്തിലായിട്ട് ഒരു തീരുമാനമെടുക്കുന്നു, ഞാനിത് എൻ്റെ അപ്പനോടും അമ്മയോടും പറയും. അവരെന്ത് ശിക്ഷ തന്നാലും കുഴപ്പമില്ല, ഞാൻ വാങ്ങിക്കൊള്ളാം, ഏറ്റെടുത്തോളാം, കുഴപ്പമില്ല. അങ്ങനെ ആ രാത്രിയിൽ അവൻ അവൻ്റെ അപ്പനോടും അമ്മയോടും ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞു. അപ്പ എനിക്കിങ്ങനെ പറ്റിപ്പോയി, അമ്മ എനിക്കിങ്ങനെ പറ്റിപ്പോയി, വെറുതെ രസത്തിന് എറിഞ്ഞു കളിച്ചതാണ്, പക്ഷേ കോഴിയുടെ ദേഹത്ത് കൊണ്ട് അത് കറങ്ങി വീണ് ചത്തുപോയി. ആ അപ്പനും അമ്മയും ആ മകനെ ശിക്ഷിക്കുന്നതിന് പകരം ചേർത്ത് പിടിച്ചിട്ട്, പോട്ടുമോനെ സാരമില്ല, ഞങ്ങളത് ക്ഷമിക്കുകയാണ്, നീ ഇനി ഇതങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവനെ തലോടുന്നു, ഒരു ചുംബനം കൊടുക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ അവന്റെ മനസ്സ് ഒന്ന് സ്വസ്ഥത കണ്ടെത്തുകയാണ്, സമാധാനം കണ്ടെത്തുകയാണ്. അടുത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പിറ്റേ ദിവസവും വേലക്കാരത്തി വരുന്നു, വീട്ടിലെ പണികൾ ചെയ്യുമ്പോൾ അപ്പനും അമ്മയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. മകൻ ഒറ്റയ്ക്കാവുമ്പോൾ പറയുകയാണ്, ദാ വന്ന് പാത്രം കഴുക്, മുറ്റമടിക്ക്. ഇവൻ പറ്റില്ല എന്ന് പറയാൻ തുടങ്ങി. സംഭവിച്ചത്, വേലക്കാരത്തി ഭീഷണിപ്പെടുത്തുകയാണ്, ഞാനിത് പറയും, ഇന്ന് നിനക്ക് നല്ല രീതിയിൽ സമ്മാനം കിട്ടും, ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അവൻ ധൈര്യപൂർവ്വം പറഞ്ഞു, നീ പറഞ്ഞോ, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. അന്ന് വൈകുന്നേരം വേലക്കാരത്തി വീട്ടിൽ വന്ന അപ്പനമ്മയ്ക്കൊക്കെ ചായയിട്ടൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ മോൻ ഇങ്ങനെ ഒരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് കേട്ടോ, വന്നവരോടൊക്കെ പറയുക. അപ്പോൾ ഈ വേലക്കാരത്തിയെ നാണം കെടുത്തും വിധം അപ്പനും അമ്മയും ചോദിച്ചു, അവനെറിഞ്ഞു കൊന്നു, അതിന് നിനക്കെന്താ? അവൻ ഞങ്ങളടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ കൂടുതലൊന്നും അവനെ കുറിച്ച് കുറ്റം പറയണ്ട. അവന് പറ്റിപ്പോയ തെറ്റ് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ കൂടുതലൊന്നും കുറ്റം പറയണ്ട. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലും
നടക്കേണ്ടത്, നാമുമായുള്ള ബന്ധത്തിൽ നടക്കേണ്ടത് ഇതാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ക്ഷമ ചോദിച്ചാൽ, പിശാച് എപ്പോഴും നമുക്കെതിരെയുള്ള കുറ്റങ്ങളെ ദൈവസന്നിധിയിൽ വാദിക്കുന്നവനാണ്. അങ്ങനെ വാദിക്കുന്ന അവസരത്തിൽ ദൈവം പറയും, അതിന് നിനക്കെന്താ? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാപ്പ് ചോദിച്ചിട്ടുണ്ട്, നീ പോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. പാപ പരിഹാരത്തിന് വേണ്ടി കോലാട്ടും കൊറ്റനെ അർപ്പിക്കുക. വീണ്ടും കാശ് കൊടുത്ത് നല്ല മുഴുത്ത ആടിനെ വാങ്ങി ബലി കൊടുക്കുക എന്നതിലുപരി വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ടി ഒരു പൂർണ്ണതയുള്ള യാഗമായി ക്രിസ്തുയേശു അറുക്കപ്പെട്ട് കഴിഞ്ഞു. അവിടുത്തെ തിരുബലിയിൽ, ആ പരമയാഗത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ കുറവുകളും ബലഹീനതകളും വിനയത്തോടെ അനുതപിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വിശുദ്ധിയിൽ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ അതിനാൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.